നമസ്കാരം. കേരളത്തെ തീവ്രവാദ ചിന്താഗതികളുടെയും മതരാഷ്ട്രവാദത്തിന്റെയും പരീക്ഷണശാലയാക്കി മാറ്റാൻ UDF ഭരണത്തിന്റെ തണലിൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടായ നീക്കം നടത്തുന്നു. സ്വന്തം വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ വേണ്ടി മാത്രം നാടിന്റെ സുരക്ഷയും ജനാധിപത്യ മര്യാദകളും പണയം വെക്കാൻ മടിക്കാത്ത UDF നേതൃത്വത്തിന്റെ അന്ധമായ പ്രീണന നയമാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കേരളത്തിൽ പരവതാനി വിരിച്ചു നൽകുന്നത്. നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലെടുത്ത് തങ്ങളുടെ സംഘടനാ സംവിധാനവും അപകടകരമായ ആശയപ്രചാരണവും മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലീകരിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വേരോട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം സമുദായത്തിലെ ഭൂരിപക്ഷ ആളുകൾ പോലും ഇവരുടെ തീവ്ര നിലപാടുകളെ ഭയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്ന് പോലും വിചാരിച്ചത്ര പിന്തുണ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് പൊതുസമൂഹത്തെ പറ്റിക്കാനും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനും സംഘടന പുതിയ ബദൽ മാർഗങ്ങളും ഒളിപ്പോരുകളും പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ മെക്ക ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തൃപ്തരാകാതെ തങ്ങളുടെ വിഘടനവാദ ആശയങ്ങളും കടുത്ത മതരാഷ്ട്ര ചിന്തകളും സർക്കാർ സർവീസിലും ഭരണയന്ത്രത്തിന്റെ നിർണായക കേന്ദ്രങ്ങളിലും കുത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നിഴൽ സംഘടനകൾ രൂപീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തുനിയുന്നത്. ഇതിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥരെയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായും തങ്ങളുടെ ആശയ അടിമകളാക്കി മാറ്റാനാണ് ഇവരുടെ അന്തിമ ശ്രമം. UDF ഭരണകാലത്ത് കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് കുത്തകയായി വെച്ചിരുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഈ വകുപ്പിന്റെ മറവിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ ചൂണ്ടയിട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി സജീവമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടനയുടെ വലിയൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിപ്പൊക്കിക്കൊണ്ടാണ് ഇവർ ഈ നീക്കത്തിന് അടിത്തറയിട്ടിരിക്കുന്നത്. വോട്ട് ബാങ്കിന്റെ അഹങ്കാരത്തിൽ അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ഒത്താശയോടെ നാളത്തെ തലമുറയെ വളർത്തിയെടുക്കേണ്ട വിദ്യാലയങ്ങളിലെ അധ്യാപകരിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കും തങ്ങളുടെ വിനാശകരമായ ആശയങ്ങൾ കടത്തിവിടുകയാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ഇത് കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികമായ തകർച്ചയ്ക്ക് വഴിതുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ കയറാൻ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായ പിന്തുണയാണ് നൽകിയത്. എന്നാൽ ആ പിന്തുണ കേവലം ഒരു തെരഞ്ഞെടുപ്പ് സഹായം മാത്രമായിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിരന്തരമായി തങ്ങളുടെ അജണ്ടകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒടുവിൽ UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിനെ പോലും തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്താനും നിയന്ത്രിക്കാനും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിരുന്നു. കേരളത്തിലെ ജനസംഖ്യയിൽ ആളെണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും കൗശലപൂർവമായ ആശയപ്രചാരണവും മാധ്യമ വേട്ടയും വഴി രാഷ്ട്രീയത്തിൽ വലിയൊരു മേൽക്കൈ നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് വോട്ടിരന്ന് നടക്കുന്ന UDF നേതൃത്വമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അപകടകരമായ കടന്നുകയറ്റത്തിന് ഏറ്റവും വലിയ വിടുവേല ചെയ്യുന്നത് UDFിനെ നയിക്കുന്ന VD സതീശനാണെന്നത് തികച്ചും ലജ്ജാകരം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വിശ്വസ്തതയുടെയും സഹിഷ്ണുതയുടെയും ഒരു ഒന്നാന്തരം നല്ല സർട്ടിഫിക്കറ്റ് ചമച്ചു നൽകാൻ സതീശൻ കാട്ടിയ ആവേശം കേരളം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ പഴയ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നാണ് സതീശൻ പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞത്. ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഏത് കൊടും തീവ്രവാദ പ്രസ്ഥാനത്തെയും വെള്ളപൂശാൻ മടിക്കാത്ത കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അടിസ്ഥാന പ്രമാണമായ ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെ ഇതുവരെ എവിടെയും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പുറമേക്ക് മതേതരത്വത്തിന്റെ മുഖംമൂടി അണിയുകയും അണിയറയിൽ രാജ്യവിരുദ്ധ ചിന്തകൾക്ക് വളം വെക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് VD സതീശനും കൂട്ടരും ചേർന്ന് തലയിൽ ചുമക്കുന്നത്. അധികാര കസേരയ്ക്ക് വേണ്ടി നാടിന്റെ സമാധാനം വിൽക്കാൻ മടിക്കാത്ത ഇത്തരം നേതാക്കൾ കേരളത്തിന് ശാപമായി മാറുകയാണ്. വടക്കൻ കേരളത്തിലും മറ്റു മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിലും UDF നേടിയ വിജയത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് തങ്ങളുടെ അക്കൗണ്ടിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ. തങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കേരളത്തിൽ ഭരണം തീരുമാനിക്കാൻ സാധിക്കൂ എന്ന് ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിലൂടെ UDF ഭരണത്തിൽ ഭാവിയിൽ തങ്ങളുടെ എല്ലാവിധ രാഷ്ട്രീയ സാമൂഹിക മത അജണ്ടകളും സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഭരണത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച് സംസ്ഥാനത്തിന്റെ നയരൂപീകരണത്തെ പോലും സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഈ നീക്കം അതീവ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം ശക്തികളെ അകറ്റി നിർത്തിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കേവലം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി അവരെ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ആഴം കൂട്ടുന്നു. മതേതരത്വത്തിന്റെ കപട ലേബലൊട്ടിച്ച് തീവ്രവാദ നിലപാടുകളെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ഈ അവിശുദ്ധ സഖ്യം കേരളത്തിന്റെ ഭാവിക്ക് മേൽ വീഴുന്ന കരിനിഴലാണ്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു മാന്യതയും സ്വീകാര്യതയും നേടിയെടുക്കാനുള്ള കപടതന്ത്രങ്ങളാണിപ്പോൾ ഇവർ പയറ്റുന്നത്. അതിനായി തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിനെ രംഗത്തിറക്കി ക്യാമ്പസുകളിൽ പിടിമുറുക്കാൻ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്.
നിഷ്പക്ഷതയുടെയും അവകാശ സംരക്ഷണത്തിന്റെയും കപട മുഖംമൂടിയണിഞ്ഞ് മറ്റ് സാധാരണ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനാണ് ഇവരുടെ ശ്രമം. ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിൽ വലിയൊരു ജാഥ സംഘടിപ്പിക്കാനും ഇവർ ഒരുങ്ങുന്നുണ്ട്. മതേതരത്വം പ്രസംഗിച്ച് വിദ്യാർത്ഥി മനസ്സുകളിൽ വിദ്വേഷത്തിന്റെ വിത്തുപാകാനുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളും ചില മുഖ്യധാരാ മാധ്യമ സംവിധാനങ്ങളും കുടപിടിക്കുന്നു എന്നത് ഇതിലും വലിയ ദുരന്തമാണ്. അധികാരലഹരിയിൽ അന്ധരായ UDF ഭരണാധികാരികളും അവരുടെ തണലിൽ കേരളത്തെ വിഘടനവാദത്തിലേക്ക് നയിക്കാൻ തുനിയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കുമെന്നതിൽ തർക്കമില്ല. ഈ കപട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെയും പ്രീണന നയങ്ങൾക്കെതിരെയും പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഏത് വിഘടനവാദ ശക്തികളെയും കൂട്ടുപിടിക്കാൻ മടിക്കാത്ത UDF നിലപാടാണ് ഇവിടെ ദൃശ്യമാകുന്നത്. മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇത്തരം തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് കടന്നുവരാനുള്ള എളുപ്പവഴിയാണ് ഒരുക്കിക്കൊടുക്കുന്നത്. കേവലം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ കപട മതേതരത്വ നാടകം യഥാർത്ഥത്തിൽ നാടിന്റെ സുരക്ഷയെ തന്നെയാണ് പണയം വെക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിൽ പുരോഗമനവാദവും മതേതരത്വവും പ്രസംഗിക്കുകയും അണിയറയിൽ തങ്ങളുടെ തീവ്ര അജണ്ടകൾ നടപ്പിലാക്കാൻ അധ്യാപക ഉദ്യോഗസ്ഥ സംഘടനകളെ ആയുധമാക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമാണ്. വരും തലമുറയെ വളർത്തിയെടുക്കേണ്ട വിദ്യാലയങ്ങളെ പോലും സ്വന്തം ആശയ പ്രചാരണത്തിനുള്ള താവളമാക്കാൻ അനുവദിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ തന്നെ തകിടം മറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാന പ്രമാണമായ ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത ഒരു സംഘടനയ്ക്ക് മതേതരത്വത്തിന്റെ പകിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകി സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് വോട്ടർമാരെ അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് തുല്യമാണ്. അധികാര കസേരയ്ക്ക് വേണ്ടി ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അധികാര ലഹരിയിൽ കണ്ണുമഞ്ഞളിച്ച UDF നേതൃത്വവും അവരുടെ ഭരണത്തണലിൽ കേരളത്തെ വിഘടനവാദ ചിന്തകളിലേക്ക് തള്ളിവിടാൻ തുനിയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നാടിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ്. വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ വേണ്ടി മാത്രം തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ നട്ടെല്ല് പണയം വെക്കുന്ന കോൺഗ്രസ് ലീഗ് സഖ്യത്തിന്റെ ഈ കപട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെയും പ്രീണന നയങ്ങൾക്കെതിരെയും പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.